ബ്രിഗേഡിയർ ബാലൻ, നേരത്തെ കേണൽ ഡിന്നി ഇവിടെ പരാമർശിച്ചതുപോലെ ട്വിൻ ടവർ അറ്റാക്കോടുകൂടിയാണ് അമേരിക്കയ്ക്ക് ഭീകരവാദത്തിൻ്റെ, മതതീവ്രവാദത്തിൻ്റെ ആ ശക്തി, ആഘാതം അവർക്ക് നേരിട്ട് മനസ്സിലായത്. തുടർന്നാണ് അതിനെതിരെ ചെറുവിരലെങ്കിലും അനക്കി തുടങ്ങിയത്, അല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടും നോക്കൂ, ഈ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ സംഘർഷം, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷവും പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അസിം മുനീറിനെ വിളിച്ച് ഡിന്നർ കൊടുക്കണം എങ്കിൽ ട്രംപിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയല്ലേ? ഭീകരവാദത്തിൻ്റെ കെടുതികൾ അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും അമേരിക്കയിൽ അങ്ങിങ്ങായി ചില ആക്രമണങ്ങളൊക്കെ അരങ്ങേറാറുണ്ട്. അതും അമേരിക്കയെ വലിയ തോതിൽ അലട്ടുന്നുണ്ട്. എങ്കിലും പാകിസ്ഥാനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനം ഇപ്പോഴും അമേരിക്ക വെച്ചു പുലർത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? അതൊരു കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലല്ലേ? അവിടെയല്ലേ ഭാരതത്തിനെ തകർക്കാൻ, ഭാരതത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ പാകിസ്ഥാൻ വഴിയേ സാധ്യമാവൂ, പാകിസ്ഥാനെ ഒരു ആയുധമായി ഉപയോഗിക്കുക, അങ്ങനെയുള്ള അജണ്ടയുടെ പുറത്തായിരിക്കല്ലേ ഇപ്പോൾ പാകിസ്ഥാൻ അനുകൂല വാദവുമായിട്ട് ട്രംപ് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഒരു സന്ധിയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ആയിട്ടല്ല അമേരിക്ക കാണുന്നത്. അത് ഉപയോഗിക്കാനുള്ള ഒരു രാഷ്ട്രമായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. അല്ലാതെ പാകിസ്ഥാനോട് ഒരു അമിത സ്നേഹമോ ഒന്നുമില്ല. അവരുടെ കാര്യസാധ്യത എന്തൊക്കെയാണ്? തൽക്കാലമായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ കുറെ മിനറൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലാണ് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടിയുള്ള സപ്പോർട്ടൊക്കെ അതിന്റെ ഒരു 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 ബ്രാഞ്ച് മാത്രമാണ്, ഒരു ഓഫ് ഷൂട്ട് എന്ന് പറയും. അല്ലാതെ അവർക്ക് പാകിസ്ഥാന്റെ ഉദാഹരണത്തിലോ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രോഗ്രസിന് വേണ്ടിയോ പുരോഗതിക്ക് വേണ്ടിയോ അവർക്ക് യാതൊരു മനസ്സുമില്ല. അത് ക്ലിയർ ആയിട്ടുള്ളതാണ്. അത് അമേരിക്ക എല്ലാ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെയാണ് അവർ നിലപാടെടുക്കാറുള്ളത്. പക്ഷേ ഈ പറയുന്നത്, ഇപ്പൊ ഇന്ന് ട്രംപ് പറയുന്നത് നാളെ ആയിരിക്കില്ല ട്രംപ് പറയുന്നത്. അയാൾ വീണ്ടും വീണ്ടും മാറി പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല ഈ ചർച്ചയ്ക്ക് വരുന്ന ആളുകളുടെയും സംഭാഷണം ഇതൊക്കെ വേറെ ആയിരിക്കും. ഇത് താൽക്കാലിക ഭ്രമത്തിന് വേണ്ടി മാത്രം പാകിസ്ഥാന്റെ ജനതയെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒന്ന് ഭ്രമിപ്പിച്ചെടുത്തിട്ട് അവിടെ അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇനി അമേരിക്ക എന്തൊക്കെ സഹായം പാകിസ്ഥാന് വേണ്ടി ചെയ്യും? അമേരിക്കയുമായിട്ട് സന്ധി ചെയ്താൽ അവർ ആയുധങ്ങൾ വെറുതെ കൊടുക്കുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി അവർ കാശ് മേടിക്കും. ആ കാശ് കൊടുക്കാനുള്ള സമ്പദ് വ്യവസ്ഥ പാകിസ്ഥാൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ തിട്ടപ്പെടുത്തേണ്ടത്. വെറുതെ പാകിസ്ഥാന്റെ അകത്ത് വന്നിട്ട് സഹായിക്കാനുള്ള യാതൊരു കാര്യങ്ങളും അമേരിക്ക ചെയ്യാൻ പോകുന്നില്ല. സൈനികപരമായിട്ട് അവർക്ക് തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും ഏത് രാജ്യത്തുള്ള ഇതിലും അവർ എടുക്കാൻ പോകും. അതുകൊണ്ടാണ് അവർ നേരിട്ട് യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ഇത്രയൊക്കെ പറയുന്നു, എന്നിട്ട് റഷ്യക്കെതിരെ നേരിട്ട് ഒരു ഉറപ്പുള്ള ഒരു സൈനിക ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല. അതും വെറും വാക്കാണ്. അപ്പൊ പേവാക്കിന് പൊട്ടച്ചെവി. ഉമിയും അരിയും തമ്മിൽ നമ്മൾ വേർതിരിച്ചു വേണം ഈ ട്രംപിന്റെ സംഭാഷണം തുടങ്ങാൻ. ഇത് ഈ രാഷ്ട്രപതി മാത്രമല്ല, പണ്ട് നിക്സന്റെ സമയത്തും ഉണ്ടായിരുന്നു നിക്സൺ ഷോക്ക് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളിലും പോയി മിലിറ്ററി ആക്ഷൻ നടത്തുക, സാമ്പത്തിക പ്രതിരോധങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ പ്രതികൂലമല്ലാത്ത പോളിസികൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുക, ട്രേഡ് ടാരിഫ്സ്, അതൊക്കെ പല രാഷ്ട്രങ്ങളും ചെയ്യുന്നതാണ്. ഇന്ത്യയെ അത് യാതൊരു വിധത്തിലും വളരെ ഭാരമായ തോതിൽ ഒന്നും നേടാൻ പറ്റില്ല അമേരിക്കക്ക്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ആയിരുന്നു. നമ്മൾ എപ്പോഴും നമ്മളുടെ അകത്ത് തന്നെ ഇതിനു മുമ്പ് നമ്മുടെ പാനൽ സ്പീക്കർസ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് അകത്ത് തന്നെ ഇന്ത്യയുടെ മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യക്ക് അകത്ത് തന്നെ എല്ലാം ഇത്രയും ജനതകളുള്ള ഒരു ലാർജസ്റ്റ് മിഡിൽ ക്ലാസ് ഉള്ള ഒരു രാഷ്ട്രമായതിനാൽ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ ഇടാം. പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്താണ് കയറ്റുമതി ചെയ്യുന്നത്? പണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യബന്ധം നടന്നിരിക്കുന്ന സമയത്ത് അട്ടാരി വാഗ ബോർഡറിൽ കൂടിയുള്ള ഈ ട്രെയിനുകളിൽ ഓരോ പാകിസ്ഥാൻ ട്രെയിനിന് വരുമ്പോൾ ഇവിടെ നിന്ന് 3 ഇരട്ടി സാധനങ്ങളാണ് അന്നും അങ്ങോട്ട് കയച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും
അനധികൃതമായിട്ടുള്ള, അതായത് മൂന്നാമത്തെ രാജ്യങ്ങൾ വഴിയുള്ള ട്രേഡ് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന് കൂടുതൽ ഇമ്പോർട്ട്സ് ഇന്ത്യയിൽ നിന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിലുള്ള ഈ നമ്മൾ അവിടുത്തെ സാധാരണ ഉപഭോക്തൃ വസ്തുക്കളുടെ വിലകളൊക്കെ നമ്മളൊന്ന് തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു 1.5 ഇരട്ടി അല്ലെങ്കിൽ ആ ഒരു അനുപാതത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് എപ്പോഴും ഒരു നല്ലൊരു വാണിജ്യ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാന് കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്യായിരുന്നു. അമേരിക്കയിൽ നിന്ന് എന്ത് കിട്ടാനാണ് അവർക്ക്? അവർ F-35 F-16 കൊടുത്തിരിക്കുന്നത് അത് എങ്ങനെയുള്ളതാണ്? അതിനകത്ത് അണുബോംബ് വെക്കാനുള്ള എല്ലാ സിസ്റ്റവും അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ല പാകിസ്ഥാന്റെ കയ്യിലല്ല. അത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഏറ്റവും പുറകിലായിട്ടുള്ള ബലൂചിസ്ഥാനിലാണ് ഇതുകൊണ്ട് വെച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും അവസാനം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഉപകരണങ്ങൾ നൽകുമ്പോഴും അതിന്റെ സോഴ്സ് കോഡ് അവർ തരുന്നില്ല, ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥ ഏറ്റവും കൂടുതൽ നിർഭരമായിട്ടിരിക്കുന്നത് ഈ എണ്ണയുടെ വിലയിലാണ്, പെട്രോളിയം പ്രൊഡക്ട്സിന്റെ വിലയിലാണ്. പെട്രോളിയം പ്രൊഡക്ട്സിന് വില കൂടുതലാണെങ്കിൽ അത് ഇന്ത്യയിലുള്ള എല്ലാ സാമ്പത്തിക ഘടകങ്ങളെയും, പ്രത്യേകിച്ച് ഇൻഫ്ലേഷന് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മളുടെ മുന്നോട്ടുള്ള വഴികൾ നമ്മളുടെ മാത്രം ഈ ഇൻട്രസ്റ്റ് മാത്രം, നമ്മൾക്ക് എന്താണ് അനുകൂലമായിട്ടുള്ളത് അതിനുവേണ്ടി മാത്രം നമ്മൾ ഇത് ചെയ്താൽ മതി. ഇന്ത്യ ഇല്ലാതെ ചൈനക്കെതിരായി ഒരു ശാശ്വതമായ അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള ഒരു ഡിഫൻസ് കെട്ടുറപ്പ് അവർക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഈ ഓസ്ട്രേലിയ, നമ്മളും അമേരിക്കയും എല്ലാം കൂടിയിട്ടുള്ള ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത്. അത് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ശക്തിയുടെ ദ്യോതത അവർ അംഗീകരിച്ചു. അതുകൊണ്ട് ഇന്ത്യക്ക് ഭയക്കേണ്ട കാലം കഴിഞ്ഞു. നമ്മളുടെ ആ ഒരു മെന്റാലിറ്റി മാറ്റണം. പണ്ടത്തെ അമേരിക്ക അല്ല ഇന്നത്തെ അമേരിക്ക, പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യ 2047 ഇനി നമ്മൾ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ, ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമത്തെ. അന്ന് നമ്മളുടെ പ്രധാനമന്ത്രി ആരായിരിക്കുന്നു അവർക്ക് പറയാൻ പറ്റും അമേരിക്കയാണ് ഡേറ്റ എക്കോണമി, അല്ലാതെ ഇന്ത്യ അല്ല.